19ാമത്തെ ചോദ്യം. The sum of the first n terms of an arithmetic sequence is 2n square plus 3n. What is the sum of the first 5 terms? How many terms of the sequence starting from the first must be added to get 324? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n സ്ക്വയർ പ്ലസ് 3n ആണ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണ്? ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ്? 324. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ആൾജിബ്രായിക് ഫോം ആണ്. ഈ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ എന്നിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ആ വാല്യൂ വരെയുള്ള സമ്മ് അഥവാ തുക നമുക്ക് കിട്ടും. അതായത് ഇപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 10 ആണ് ഇട്ട് കൊടുത്തതെങ്കിൽ നമുക്ക് ആദ്യത്തെ 10 പദങ്ങളുടെ തുക കിട്ടും. ഈ എന്നിന്റെ സ്ഥാനത്ത് 100 ആണ് ഇട്ട് കൊടുത്തതെങ്കിലോ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കിട്ടും. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ്? ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിൽ എന്നിന്റെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുത്താൽ മതി. 2 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 5. 2 ഇൻറ്റു 5ന്റെ സ്ക്വയർ എത്രയാ? 25 പ്ലസ് 3 ഇൻറ്റു 5 എത്രയാണ്? 15. 2 ഇൻറ്റു 25 50 ആണ്. 50ലൂടെ 15 കൂട്ടിക്കഴിഞ്ഞാൽ 65. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 324? അതായത് ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 324? 2n സ്ക്വയർ പ്ലസ് 3n ഈക്വൽ ടു 324 ആണ്. അതായത് ഈ സീക്വൻസിലെ ആദ്യത്തെ എത്രയോ പദങ്ങളുടെ തുക 324 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ആണ്, n ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷൻ എന്താണ്? ഇതൊരു രണ്ടാകൃതി സമവാക്യമാണ് അഥവാ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. 2n സ്ക്വയർ പ്ലസ് 3n, ഈ 324 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 324 ഈക്വൽ ടു 0. നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ്, രണ്ടാമത്തത് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ രണ്ടാകൃതി സമവാക്യം ഈ ഒരു ഫോർമാറ്റിലാണ്, അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇനി ദ്വിമാന സമവാക്യം അഥവാ ക്വാഡ്രാറ്റിക് ഫോർമുല ചെയ്യാനായിട്ട് നമ്മുടെ ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിലാണ് ആവേണ്ടത്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ഇവിടെ n ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ എക്സിന് പകരം n ആണ് എഴുതുന്നത്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇനി ഈ ഇക്വേഷനിൽ നിന്നും എ ബി സി ഇവ കണ്ടുപിടിക്കണം. എ എന്നത് എൻ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് 2, ബി എന്നത് എന്നിന്റെ കോഎഫിഷ്യന്റ് ആണ് 3, സി എന്നത് കോൺസ്റ്റന്റ് വാല്യൂ മൈനസ് 324. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ 9 ആണ്, മൈനസ് 4 ഇൻറ്റു എ 2 ആണ്, സി എന്നത് മൈനസ് 324 ആണ്, ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4 ആണ്, ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് 4 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു 324 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 324 ഇൻറ്റു 8, 8 ഇൻറ്റു 4 എത്രയാണ്? 32 ആണ്. 8 ഇൻറ്റു 2 16 ആണ്. 16ലൂടെ 3 കൂട്ടിയാൽ എത്ര വരും? 19 വരും. 1 ഇവിടെ ഇട്ടു, 9 ഇവിടെ ഇട്ടു. 8 ഇൻറ്റു 3 എത്രയാണ്? 24 ആണ്. 24 കൂടെ 1 കൂട്ടിയാൽ 25. അപ്പൊ നമുക്ക് ഉത്തരം എന്താ കിട്ടിയത്? 2. ഇവിടെ 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 324 ആണ്. അപ്പൊ ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് 2592 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് മൈനസ് 2592 എന്ത് വരും? 9 പ്ലസ് 2592 എന്ന് വരും. 2592ന്റെ കൂടെ 9 കൂട്ടിയാൽ എത്ര കിട്ടും? 2601 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ്. ഇനി 2601ന്റെ റൂട്ട് എത്രയാണ്? 51 ആണ്. 51 ഡിവൈഡഡ് ബൈ 4. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 മുതൽ 20 വരെ ഉള്ളതിന്റെ സ്ക്വയർ നിർബന്ധമായി നമുക്ക് അറിഞ്ഞിരിക്കണം. 20ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 400 ആണ്. അതുപോലെ പിന്നീട് 30ന്റെ സ്ക്വയർ, 40ന്റെ സ്ക്വയർ, അങ്ങനെ 100ന്റെ സ്ക്വയർ വരെ അറിഞ്ഞിരിക്കണം.
അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ 50ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 2500 അത് കഴിഞ്ഞാൽ 60ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 3600 അപ്പൊ ഇവിടെ 2601 എന്ന് പറയുന്നത് 50ന്റെ സ്ക്വയറിന്റെയും 60ന്റെ സ്ക്വയറിന്റെയും ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് 51 സ്ക്വയർ 52 സ്ക്വയർ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇനി ഇവിടെ മുതൽ എന്നിന് 2 വാല്യൂസ് ആണ്, -3 -51/4 ഓർ n ഈക്വൽ ടു -3 + 51/4. ഇനി -3 -51 എന്ത് വരും? -54 ഡിവൈഡഡ് ബൈ 4. -54 ഡിവൈഡഡ് ബൈ 4 -13.5. അതുപോലെ ഓർ n ഈക്വൽ ടു -3 + 51. 51ൽ നിന്ന് 3 പോയാൽ എത്രയാ? 48/4. 48 ഹരിക്കണം 4 എത്രയാണ്? 12 ഇപ്പൊ നമുക്ക് n ഇവിടെ 2 വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് n ഈക്വൽ ടു -13.5 ഒന്ന് n ഈക്വൽ ടു 12. n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. അത് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഇന്റീജർ, അത് ഒരു പൂർണ്ണ സംഖ്യയും ആയിരിക്കും. ഇവിടെ അങ്ങനെയുള്ള നമ്പർ ഏതാണ്? 12 അതുകൊണ്ട് ആദ്യത്തെ 12 പദങ്ങളുടെ തുകയാണ് 324. അടുത്തത് 19ാമത്തെ ചോദ്യത്തിന്റെ ബി ക്വസ്റ്റ്യൻ. Prove that the sum of any number of consecutive terms of the sequence 4, 12, 20, etc. starting from the first term is a perfect square. Write another arithmetic sequence such that sum of any number of consecutive terms from the first term is always a perfect square. 4, 12, 20, etc. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമായിരിക്കും എന്ന് തെളിയിക്കുക. ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമാകുന്ന മറ്റൊരു സമാന്തര ശ്രേണി എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് ഏതാണ്? 4, 12, 20 എക്സെട്ര. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ടേം ഏതാ? 4 അല്ലേ? 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 2ന്റെ സ്ക്വയർ ആണ് 4. ഇനി 4ഉം 12, അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും പദങ്ങൾ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാ? 16. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 4ന്റെ സ്ക്വയർ ആണ്. ഇനി 4ഉം 12ഉം 20ഉം കൂട്ടിയാൽ എത്രയാണ്? 36. 36ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 6ന്റെ സ്ക്വയർ ആണ്. അതായത് ഇവിടെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ ഒരു പൂർണ്ണ വർഗമായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ പ്രൂഫുകളുടെ ഏത് ചോദ്യം വന്നാലും എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ അതിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രൂഫാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആൾജിബ്രായിക് ഫോം ഓഫ് സീക്വൻസ് ആണ് എഴുതുക. എന്താണ് ആൾജിബ്രായിക് ഫോം ഓഫ് സീക്വൻസ്? dn + f - d എന്ന ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ തുക വെച്ചിട്ടുള്ള പ്രൂഫാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? n/2 × 2f + n - 1 × d. എഫും ഡിയും എന്താണ്? എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഇനി ജസ്റ്റ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് സം എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ടേം ഏതാണ്? 4 കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ്. 4 12 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 8 20 12 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8 അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ഇനി n അതുപോലെ എഴുതി n/2 × 2f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 2 × 4 + n - 1 × d എന്നത് എത്രയാണ്? 8 ഈക്വൽ ടു, ഇനി ഇതൊന്ന് സോൾവ് ചെയ്യണം. n/2 × 2 × 4 8 പ്ലസ് ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ അഥവാ ഗുണിച്ചാൽ 8 × n 8n ആയി. 8 × -1 -8 ആയി. ഈക്വൽ ടു n/2 × 8 - 8 0 ബാക്കി വരുന്നത് 8n ഈക്വൽ ടു 8n² 2. 8ന്റെ പകുതി എത്രയാ? 4n² എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിനൊന്നും കൂടെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2n² അതായത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദിസ് സീക്വൻസ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 2n² ആണ്. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത്. സോ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഹെൻസ് പ്രൂവ്ഡ്. അപ്പോ ഇതുപോലെ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് എന്ന പാഠഭാഗത്തിൽ ഏതൊരു പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ആൾജിബ്രായിക് ഫോം എഴുതുക. സമ്മിന്റെ ആണെങ്കിൽ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം എഴുതുക. ഇനി ഒരു സീക്വൻസിന്റെ
വെച്ചിട്ടാണ് നമ്മളോട് പ്രൂഫ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം എഴുതി ഇതുപോലെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അതെന്തായിരിക്കും? അതിന്റെ പ്രൂഫ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, write another arithmetic sequence such that the sum of any number of consecutive terms from the first term is always a perfect square. അതായത് ഇതേപോലത്തെ ഈ തിയറം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന മറ്റൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇനി ഒന്നിൽ നിന്ന് എത്ര കൂട്ടിയാലാണ് നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക? ഒന്നിന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടില്ലേ? 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ടേം ആയിട്ട് 3 എഴുതാം. ഓക്കെ, ഇനി 1 3 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3ൽ നിന്ന് 1 പോയാൽ 2 ആണ്. അപ്പോൾ 2 കോമൺ ഡിഫറൻസിൽ നമുക്ക് അടുത്ത ടേം എഴുതാം. 3ന്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാ? 5. ഇനി നമുക്ക് നോക്കാം അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കാം. 1 + 3 + 5 എന്താ വരുന്നത്? 9 ആണ്. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ടേം എഴുതാം. 5ന്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാണ് വരിക? 7. ഇനി അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് ഉറപ്പിക്കാം. 1 3 5 7 കൂട്ടിയാൽ എത്രയാണ്? 16. 16ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 4ന്റെ സ്ക്വയർ ആണ്. സോ ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് 1 3 5 7 എക്സെട്ര. ഇനി 20ാമത്തെ ചോദ്യം. In the picture, AB is a chord through point P inside the circle centered at O. What is the radius of the circle? ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിനുള്ളിലെ P എന്ന ബിന്ദുവിലൂടെയുള്ള ഒരു ഞാൺ ആണ് AB. വൃത്തത്തിന്റെ ആരം എത്രയാണ്? സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന പാഠഭാഗത്തിൽ നിന്നുമാണ്, അഥവാ വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യമാണ്. സർക്കിൾസ് ആൻഡ് ലൈൻസിൽ നമ്മൾ ഒരുപാട് ഫിഗേഴ്സും അതിന്റെ ഒരുപാട് ഇക്വേഷൻസുകളും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കിൾസ് ആൻഡ് ലൈൻസിൽ 6 ഫിഗേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ 6 ഫിഗേഴ്സിൽ ഏതെങ്കിലും ഫിഗേഴ്സ് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇക്വേഷൻസ് എഴുതി വെക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. AB എന്നൊരു കോഡ് ഉണ്ട്. ഇത് സർക്കിളിന്റെ സെന്റർ ആണ് O. ഇതിൽ നിന്നൊരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എന്താ? P ആണ്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഈ ഓയിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ലൈൻ എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ PA × PB = R² - OP² എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഇക്വേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അത് മറക്കില്ല. ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ R കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് AP തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. P മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ ആണ്. P മുതൽ O വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണ്. ഇനി ഇവിടെ നോക്കാം, PA PB OP ഇത്രയും തന്നിട്ടുണ്ട്. R² - OP² ആണ്. അപ്പോൾ PA PB OP നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് R² കണ്ടുപിടിച്ചൂടെ? P എത്രയാ? 4 × PB എത്രയാ? 1 = R² - OP എന്താണ്? 3 ആണ്. 3² 4 × 1 4 പ്ലസ് ഈ -3 ഇവിടെ വന്നാൽ +3² = RA². ഇനി 4 + 3², 3ന്റെ സ്ക്വയർ 9 ആണ്. 9ലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 13. Therefore R = ഈ സ്ക്വയർ സൈഡിലേക്ക് വന്നാൽ √13 സെന്റിമീറ്റർ. അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? √13 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി 21ാമത്തെ ചോദ്യം. A is the point of intersection of the circle with centered at the origin and x-axis. Circle is passes through the point C11. Calculate the area of the parallelogram OABC. ആധാരബിന്ദു കേന്ദ്രമായ വൃത്തം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുവാണ് A. വൃത്തത്തിലെ മറ്റൊരു ബിന്ദു C11 ആണ്. OABC എന്ന സാമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പൊ ആദ്യം തന്നെ പാരലലോഗ്രാമിന്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഓഫ് പാരലലോഗ്രാം കാണാനുള്ള ഇക്വേഷൻ ആണ് ആദ്യം എഴുതുന്നത്. ഏരിയ ഓഫ് പാരലലോഗ്രാം = ബേസ് × ഹൈറ്റ്. അതായത് പാരലലോഗ്രാമിന്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് അഥവാ ഉയരം. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പാരലലോഗ്രാം ഏതാണ്? OABC എന്ന ഈ പാരലലോഗ്രാം ആണ്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. OA ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ പാരലലോഗ്രാമിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സിയിൽ നിന്ന് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് P എന്നിട്ട് PC എന്നതാണ് ഈ പാരലലോഗ്രാമിന്റെ ഹൈറ്റ്.
ഒ എ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ എന്താണ്? ഒ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. എ എന്ന് പറയുന്നത് വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ്. സർക്കിളിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരം നമ്മൾ എന്താണ് പറയുക? ആ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോ നമുക്ക് സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം, പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. അതിലൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിലെ ഒരു പോയിന്റ് ആണ് സി 1 1. സർക്കിളിന്റെ സെന്ററിൽ നിന്നും സിയിലേക്ക് ഒരു ലൈൻ വരുന്നു. ഇങ്ങനെ ഒരു പാരലലോഗ്രാം ആണ് ഒ എ ബി സി. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. അപ്പൊ ഈ ഒറിജിനിൽ നിന്നും സിയിലേക്കുള്ള ദൂരം കണ്ടുപിടിച്ചാൽ നമുക്ക് സർക്കിളിന്റെ റേഡിയസ് കിട്ടില്ലേ? അപ്പോ നമുക്കറിയാം ഒ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആൻഡ് വൈ ആക്സിസിന്റെ ഒറിജിൻ ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്തായിരിക്കും? 0 0 ആയിരിക്കും. ഇനി സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 1 1 ആണ്. അപ്പോൾ ഒ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ്. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ x1 ഉം x2 ഉം y1 ഉം y2 ഒക്കെ എന്താണ്? ഇത് x1 y1 ആണ്. അതുപോലെ ഇത് x2 y2 ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ, അതായത് 1 മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ, അതും 1 മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ത് വരും? 1 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ത് വരും? 2. അപ്പോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഒറിജിനിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് റൂട്ട് 2 സെന്റിമീറ്റർ ആണ്. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് റൂട്ട് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒ എ കിട്ടി. എത്രയാണ്? റൂട്ട് 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി സി ആണ്. അതായത് സിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡിസ്റ്റൻസ് ഇവിടേക്ക് വരയ്ക്കുകയാണ്. ഈ പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് റൂട്ട് 2 ആണ്. കാരണം ഒ മുതൽ സി വരെയുള്ളത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇനി ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം ഈ സിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 1 1 ആണ്. ഇതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? സി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 1 വൈ ആക്സിസിലും 1 അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാ? 1 സെന്റിമീറ്റർ. ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രമായിട്ട് നമ്മൾ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഒ പി സി ഇത് റൂട്ട് 2 ആണ്, ഇത് 1 ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പൈതഗോറസ് തിയറം എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. സി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് സി സ്ക്വയർ. അപ്പൊ സി റൂട്ട് 2 ആണ്, എ 1 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ, ബി സ്ക്വയർ അതുപോലെ എഴുതി. സി സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 2ന്റെ സ്ക്വയർ എന്ത് വരും? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് 2. therefore ബി സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് 1 സ്ക്വയർ. 1 2 1 പോയാൽ എന്ത് വരും? 1. അതായത് ബി എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. അതായത് പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് പാരലലോഗ്രാമിന്റെ എല്ലാം നമുക്ക് കിട്ടിയില്ലേ? ഒ എ ഇൻറ്റു പി സി ആണ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ. ഒ എ എന്നത് എത്രയാണ്? റൂട്ട് 2 ആണ്. പി സി എന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ ഏരിയ എന്ത് വന്നു? റൂട്ട് 2 സെന്റിമീറ്റർ സ്ക്വയർ. 22ാമത്തെ ചോദ്യം. എ ബി സി പി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഇൻ ദ പിക്ചർ വിത്ത് എ സി ഈക്വൽ ടു ബി സി ആൻഡ് ബി ടി ഈസ് ദ ടാൻജന്റ് അറ്റ് ബി. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ബിലോ. ആംഗിൾ എ സി ബി, ആംഗിൾ സി ബി ടി. ചിത്രത്തിൽ എ ബി സി പി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. എ സി ഈക്വൽ ടു ബി സി ആണ്. ബിയിലെ തൊടുവരയാണ് ബി ടി. താഴെ പറയുന്ന കോണുകൾ കണക്കാക്കുക. കോൺ എ സി ബി, കോൺ സി ബി ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിൽ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ 4 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലുകളെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. ഈ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് അഥവാ എതിർവശം വരുന്ന കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അതായത് ആംഗിൾ പിയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത. ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആംഗിൾ എ സി ബി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്.
ആംഗിൾ പി ന്റെ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ നമുക്കറിയാം ആംഗിൾ എ പി ബിയും അതുപോലെ തന്നെ ആംഗിൾ എ സി ബിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇവിടെ ആംഗിൾ എ പി ബി നമുക്ക് തന്നിട്ടുണ്ട് 70 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ സി ബി ആണ്, ഈക്വൽ ടു 180 ഡിഗ്രി. ദർഫോർ ആംഗിൾ എ സി ബി എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്നും 70 പോയാൽ എത്രയാണ്? 110 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദ്യം, ആംഗിൾ സി ബി ടി. അത് നമുക്ക് ആദ്യം തന്നെ ഫിഗർ ഒന്ന് വരക്കാം. ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചക്രീയ ചതുർഭുജം വന്നിട്ടുണ്ട്. ഈ പോയിന്റ് പി എ ബി സി. ബി എന്ന പോയിന്റിലൂടെ ഒരു ടാൻജന്റ് പോകുന്നു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ആംഗിൾ സി ബി ടി എന്ന ഈ ആംഗിൾ ആണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാ? ഇവിടെ 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഈ ആംഗിൾ 110 ഡിഗ്രി ആണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു തിയറം ഉപയോഗിച്ചാണ്. ടാൻജൻസ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറം ഉണ്ട്. അതായത് ഇപ്പൊ ഇവിടെ എ ബി എന്നത് ഒരു കോഡാണ്. ഈ കോഡിലൂടെ എ എന്ന പോയിന്റിലൂടെ പോകുന്ന ഒരു ടാൻജന്റ് ആണ് ഇത് എങ്കിൽ ഈ ടാൻജന്റും ഈ കോഡും തമ്മിലുള്ള ഈ ആംഗിളും ഈ കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ഏതൊരു ആംഗിൾ ആയിക്കോട്ടെ ആ ആംഗിളും തുല്യമായിരിക്കും. ഓക്കെ, ഈ ഒരു തിയറം ഉപയോഗിച്ചാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. എന്താണ്? എ ബി എന്നൊരു കോഡും ഒരു ടാൻജന്റും ഉണ്ടെങ്കിൽ ഈ എ ബി എന്ന കോഡും ഈ ടാൻജന്റും തമ്മിലുള്ള ആംഗിളും എ ബി എന്ന കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ബി സി എന്ന കോഡ് അതുപോലെ ഈ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ ബി സി എന്ന കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ഏതൊരു ആംഗിൾ ആയിക്കോട്ടെ ആ ആംഗിളും തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ബി സി എന്ന കോഡിൽ നിന്ന് ഞാൻ എയിലേക്ക് ഒരു ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാം? ഈ ആംഗിളും തുല്യമാണ് എന്ന് പറയാം. ഈ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ സിയും ബി സിയും തുല്യമാണ്. അതായത് രണ്ട് സൈഡുകൾ തുല്യമായ ട്രയാങ്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അവയുടെ രണ്ട് സൈഡുകളും ആ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും തുല്യമായിരിക്കും. 3 ആംഗിൾസ്, ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. 180 ഡിഗ്രിയിൽ നിന്ന് 110 ഡിഗ്രി പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 70 ഡിഗ്രി. ആ 70 ഡിഗ്രിയുടെ പകുതി ആയിരിക്കും ഇവിടെയും ഇവിടെ 35 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ബി എ സി നമുക്ക് എന്ത് കിട്ടി? 35 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ തിയറം എന്താണ്? ഒരു ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിളും ആ കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ സി ബി ടി ഈക്വൽ ടു എത്രയാണ്? 35 ഡിഗ്രിയാണ്.